ഹലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചതാണിത്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് അരക്കപ്പ് മൈദയും അരക്കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് കടലപ്പൊടിയും ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു കോളിഫ്ലവറിൻ്റെ അളവിലാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ വീഡിയോ ആണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് നല്ലപോലെ ഒരു തിക്ക് ബാറ്റർ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഇതിൽ കാണുന്ന പോലെ ചെയ്യുക. കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ തിക്ക് പേസ്റ്റാക്കി എടുക്കുക. ഞാനിവിടെ 1 കപ്പ് അങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പിൽ മേലെ ഉണ്ട്. നല്ല ലൂസും ആവറ് നല്ല ടൈറ്റും ആവറ് ആ ഒരു ഇതിൽ ആക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം, എന്നാലേ എല്ലായിടെയും ആവുള്ളൂ. ഞാൻ ഇതിലേക്ക് കുക്കിംഗ് വീഡിയോസും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യാം അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വലിയ പണിയൊന്നുമില്ല. ഇത് ഒരു ബ്രൗൺ കളറായാൽ ഇതിങ്ങെടുക്കാം. ആദ്യം ഇത് ഇടുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കാം. ആദ്യമേ കോളിഫ്ലവർ വേവിപ്പിച്ചത് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഇത് നമുക്ക് കോരിയെടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഫ്രൈ ചെയ്താൽ നല്ലതാണ്. അപ്പം അടുത്ത ഓരോ ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം.